إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരേക്കും ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ജീവികളെ അല്ലാഹു സൃഷ്ടിക്കുകയും ആ കോടാനുകോടി ജീവികൾക്കൊക്കെ അല്ലാഹു വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ നൽകുകയും എന്നാൽ ആ ജീവികളിൽ നിന്നെല്ലാം വ്യത്യാസമായിക്കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നോക്കൂ. വലഖദ് കറംനാ ബനീ ആദം
ആദം സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, എന്നിട്ട് കടലിലും കരയിലുമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവിടെ ജീവിക്കുവാനുള്ള, അവിടെ താമസിക്കുവാനുള്ള, അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലാഹു അവരെ കയറ്റി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വറസഖനാഹും മിനത് ത്വയ്യിബാത്, എന്നിട്ട് ഏറ്റവും നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് റിസ്ഖായിക്കൊണ്ട്, ഭക്ഷിക്കുവാനായിക്കൊണ്ട് ഏറ്റവും നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകി. എന്നിട്ടോ വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ, അല്ലാഹു സൃഷ്ടിച്ച മറ്റുള്ള മുഴുവൻ ജീവജാലങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ മിക്കതിൽ നിന്നും അല്ലാഹു വലിയ ഒരു ശ്രേഷ്ഠത മനുഷ്യന് നൽകിയെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരെല്ലാവരും ശ്രേഷ്ഠതയുള്ള ആളുകൾ. എന്നാൽ മറ്റൊരിടത്ത് നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതുപോലെ തന്നെ മനുഷ്യൻ, അല്ലാഹു ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ദുർബലനായിക്കൊണ്ടാണ് അല്ലാഹു ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ള ഏത് ജീവജാലങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ജീവജാലങ്ങൾ അതിന്റെ കുഞ്ഞ് അതിന്റെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തേക്ക് വന്നു ഏതാനും ചില നിമിഷങ്ങൾക്കകം അത് നടക്കുവാനും നീന്തുവാനും അത് പഠിക്കുന്നു. ഒരു കുഞ്ഞ്, അത് നാൽക്കാലികളുടെ കുഞ്ഞ്, അത് പ്രസവിച്ച് വീണ് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം അത് നടക്കുവാനും ഓടുവാനും അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ടും അത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുമ്പോ ഒരു മനുഷ്യനെന്നാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് 14 വർഷത്തെ കുട്ടിക്കാലമാണ്. ഒരു മനുഷ്യന്റെ വളർച്ച എന്നത് അത് വളരെ വേഗത കുറഞ്ഞ ഒരു വളർച്ചയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ, അല്ലാഹു ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഖുലിഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദഈഫ, ദുർബലനായിക്കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ഉമ്മത്തിന്റെ ആയുസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. എന്നാൽ മഹാനായ റസൂലിന്റെ ഈ അവസാന ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് വളരെ തുച്ഛമായ ഒരു ആയുസ് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. 950 വർഷം ജീവിച്ച ജനതകൾ നമുക്ക് മുമ്പ് ഇന്നലകളിൽ കടന്നുപോയത് നമുക്ക് കാണാം. നൂഹ് നബി അലൈഹിസ്സലാമുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 950 വർഷത്തോളം അദ്ദേഹം ജീവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും 60ഉം 70ഉം വയസ്സ് മാത്രമേ, വർഷം മാത്രമേ അവരുടെ ആയുസിന്റെ കാലപരിധിയുള്ളൂ. അതിൽ കൂടുതൽ ലഭിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം, എന്റെ എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60 വ 70, അത് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, 60ഉം 70ഉം വർഷം മാത്രം ജീവിക്കുന്ന നമ്മൾ ഈ 60ഉം 70ഉം വർഷത്തിനിടയിൽ എന്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും? നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ ആലോചിക്കുമ്പോ നമ്മളുടെ മനോദുരങ്ങളിലേക്ക് കടന്നു വരുന്നത് 60ഉം 70ഉം വർഷങ്ങൾ ഒരുപാടുണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ, അതെന്നെ ധാരാളമാണല്ലോ, അതിലൊരുപാട് നമുക്ക് ചെയ്തു കൂട്ടാമല്ലോ എന്ന് നമ്മൾ കരുതുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കവിത, അദ്ദേഹം രചിക്കുന്ന, അദ്ദേഹം പാടുന്ന ഒരു കവിത നമുക്ക് കാണാം. ഇദാ ആശൽ ഫതാ 60 ആമൻ വനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 60 വർഷം അവൻ ജീവിച്ചാൽ അതിന്റെ പകുതി അവൻ ഉറങ്ങുകയാണ് അവന്റെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ 60ന്റെ പകുതി അവൻ ഉറങ്ങുകയും 15 വർഷം മാത്രമേ, 30 വർഷം മാത്രമേ അവന്റെ ഉണർവിൽ അവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു
അൻഹു പറയുകയാണ്. അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നത് എന്നാൽ അവൻ ഒരു മനുഷ്യൻ 60 വർഷക്കാലം അവന് ലഭിച്ചു കഴിഞ്ഞാൽ ആ 60ന്റെ പകുതി 30 വർഷം അവൻ ഉറങ്ങുകയും അതിന്റെ ബാക്കി 30 മാത്രമേ അവന് ലഭിക്കുന്നുള്ളൂ. എന്നാൽ ആ 30ന്റെ പകുതി പോലും അവൻ അവന്റെ പ്രായപൂർത്തി എത്തുന്ന അവന്റെ കുട്ടിക്കാലത്തിൽ കളിച്ചു നടക്കുകയാണ്. എന്നിട്ട് ആ 30നെയും പകുതിച്ച് ബാക്കിയുള്ള 15 വർഷം മാത്രമേ ഒരു മനുഷ്യന് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാലോ എന്നാൽ അതിന്റെയും പകുതി, ആ 15 വർഷത്തിന്റെയും പകുതി അവന്റെ ജീവിതത്തിൽ അവൻ ഉപയോഗിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവന്റെ ജീവിതത്തിൽ അവന്റെ പഠനങ്ങളിലേക്ക് അത് കടന്നു വരുന്നു. അവന്റെ ധനം അത് സമ്പാദിക്കുന്നതിലേക്ക് അത് കടന്നു പോകുന്നു. അങ്ങനെ അവന്റെ വൈവാഹിക ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, അങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അവസാനം അവന് ബാക്കിയായി കിട്ടുന്നത് വളരെ തുച്ഛമായ വിരലിലെണ്ണാവുന്ന ഏതാനും ചില വർഷങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അമല് ചെയ്യുവാൻ കിട്ടുന്നത്. എന്നിട്ട് അവസാനം അവന്റെ ജീവിതത്തിൽ അവൻ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും അങ്ങനെ മരണപ്പെടുകയും അങ്ങനെ ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോവുകയും ചെയ്യുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ തുച്ഛമായ 60 വർഷം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് യഥാർത്ഥമായി ലഭിക്കുന്നത് 7, 8, 9, 10 വർഷങ്ങൾ മാത്രമാണ്. ബാക്കി നമ്മൾ ഉറങ്ങിയും നമ്മളുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ സമ്പാദിക്കുവാനും കുടുംബത്തിനും നമ്മളുടെ പഠനത്തിനും ജോലിക്കും വേണ്ടി അങ്ങനെ ബാക്കി വെറും തുച്ഛം വരുന്ന ഒരു സമയം മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്കുള്ള ഒരു ജീവിതമാണ്. ആ ഖബറിലുള്ള ഒരു ജീവിതത്തിൽ നീണ്ട ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ബർസഖിയായ ഒരു ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലയോ ഏറ്റവും നല്ല ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് നീ മടങ്ങുക എന്ന് മരണം പിടികൂടുന്ന സമയത്ത് മുഅ്മിനായ ഒരു മനുഷ്യനോട് മലക്കുകൾ പറയും, അവന്റെ തൃപ്തിയിലേക്ക്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. എന്നിട്ടോ വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മുഅ്മിനായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ മലക്കുകൾ പറയും എന്ന് നമുക്ക് ഖുർആനിലൂടെ നമുക്ക് കാണാം. അങ്ങനെ മുഅ്മിനായി കൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിച്ച് അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ച് അങ്ങനെ ഖബറിലേക്ക് ചെന്ന് ബർസഖി ജീവിതത്തിലേക്ക് അവൻ എത്തുന്നു. ബർസഖി ജീവിതത്തിലേക്ക് എത്തിയാലും അവിടെ വെച്ച് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിലവൻ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയപ്പെടും, അഫ്രിശൂഹു മിനൽ ജന്ന, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ അഫ്രിശൂ, അവന് വിരിച്ചു കൊടുക്കുക, സ്വർഗ്ഗത്തിലെ പുതപ്പുകൾ അവന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. വഅൽബസൂഹു മിനൽ ജന്ന, അതുപോലെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ അവന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. വഇഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, അതുപോലെ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആ ഖബറിൽ കിടക്കുന്ന ബർസഖി ലോകത്ത് കിടക്കുന്ന ആ മനുഷ്യന് നിങ്ങൾ തുറന്നു കൊടുക്കുക. അതിന്റെ മണവും അതിന്റെ ആസ്വാദനങ്ങളും അതിന്റെ കാഴ്ചകളും ആ ബർസഖി ലോകത്ത് ആ ഖബറിൽ കിടക്കുന്ന മുഅ്മിനായ മനുഷ്യനെ ആസ്വദിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടും എന്ന് ഹദീസുകളിൽ വന്നതായി കൊണ്ട് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഈമാനികപരമായി ജീവിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ച തുച്ഛമായ സമയം അതേറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഖുർആനിലൂടെ നമ്മളോട് വിവരിച്ചു തരുന്നത്. അതിനാൽ അത്തരത്തിൽ മരണപ്പെട്ടു പോകാൻ, അത്തരത്തിൽ നമ്മളുടെ ബർസഖി ജീവിതം ഏറ്റവും നല്ല ഒരു ബർസഖി ജീവിതമായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ബർസഖി ജീവിതത്തിലേക്ക് എത്തുകയും ആ ബർസഖി ജീവിതത്തിൽ ഈ സ്വർഗ്ഗത്തിലെ പൂന്തോട്ടങ്ങളും ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നുള്ള അതിന്റെ മണവും കാഴ്ചവും അതിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷമാണ്. ബർസഖി ലോകത്ത് തന്നെ അവന് ഉള്ളിൽ
ഉറപ്പിക്കുകയാണ്. എന്താണ്? ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ് എന്നുള്ള ഒരു ചിന്ത അവന് കടന്നു വരികയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പടച്ചറബിനോട് പറയും, റബ്ബി അഖിമിസ്സാഅ, റബ്ബി അഖിമിസ്സാഅ. പടച്ചറബേ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? പടച്ചറബേ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യർ അല്ലാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പടച്ചറബേ, ഖിയാമത്ത് നാളിനെ ഒന്ന് വേഗം കൊണ്ടുതരൂ എന്ന ആളുകൾ പറയും. കാരണം എന്താ? കാരണം ആ ആളുകള് അവർ ഓൾറെഡി അവർ ആ സ്വർഗത്തെ കണ്ടു കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാള് അന്ന് വിചാരണ കഴിഞ്ഞ് എനിക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങൾ അതിനേക്കാൾ എത്രയോ വലുതാണ് എന്ന് ആ ആളുകൾ മനസ്സിലാക്കുമ്പോ ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബി അഖിമിസ്സാഅ, പടച്ചറബ്ബേ ഖിയാമത്ത് നാൾ എന്നാണ്? ആ ഖിയാമത്ത് നാളിനെ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് അല്ലാഹുവിനോട് ആ ആളുകൾ പറയും എന്ന് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ലക്ഷ്യം അത് പരലോക വിജയമായി തീരണം. അങ്ങനെ ജീവിച്ചു മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി കൊണ്ട് നമുക്ക് വേണ്ടത് ഇഖ്ലാസാണ്. ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി ജീവിതത്തെ നയിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പരലോകമാണ്. പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയും വിശ്വാസിയാവുകയും ഏറ്റവും നല്ല അമൽ സ്വാലിഹാത്തുകൾ അവന്റെ ജീവിതത്തിൽ ചെയ്യുകയും അങ്ങനെ ജീവിച്ചു മുന്നേറുന്ന ഒരു മനുഷ്യൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും. എന്നിട്ട് ആ സ്വീകരിച്ച കർമ്മങ്ങൾക്ക് അതിന്റെ പ്രതിഫലമായി കൊണ്ട് അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗം നൽകും എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. സ്വർഗക്കാരായ ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകതയായിക്കൊണ്ട് ആ ആളുകൾ പറയുന്നതായിക്കൊണ്ട് ഖുർആനിൽ നമുക്ക് കാണാം, അവര് ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, അത് നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, മാതാപിതാക്കൾക്കുള്ള നന്മയാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന എന്തൊക്കെ നന്മകളാകട്ടെ, അതെല്ലാം അവർ ചെയ്യുന്നത് അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഒരാളുടെയും നന്ദി വാക്കുപോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് ആ മുഅ്മിനായ ആളുകൾ പറയും എന്ന് സ്വർഗവാസികളായ ആളുകളുടെ വാക്കുകളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ലോകമാന്യതയും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും അത്തരത്തിലുള്ളതൊന്നുമില്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, നമ്മളുടെ ലക്ഷ്യമെന്നുള്ളത് അത് പരലോകമായി കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് ആ സ്വർഗമെന്നാണോ മരണം വരേക്കും പരിശ്രമമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നാമതായി കൊണ്ട് പരലോകമെന്ന ലക്ഷ്യം അത് നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അത് നമ്മളുടെ ഇഖ്ലാസ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതാണ് ആത്യന്തികം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് സലഫുകൾ പഠിപ്പിക്കുന്നത് അത് കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുള്ള ചിന്തയാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ഒറ്റക്കല്ല, എന്റെ കൂടെ എന്റെ കുടുംബവും ഉണ്ടാകണം. ആ കുടുംബത്തെയും ആ സ്വർഗത്തിലേക്ക് നയിക്കുവാനുള്ള പണികളെടുക്കണം എന്നുള്ളത് നമ്മളുടെ മറ്റൊരു ലക്ഷ്യമായി മാറണം. മക്കയിൽ ജീവിച്ചിരുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കൽപ്പന നമുക്ക് കാണാം, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ കുടുംബക്കാരോട് നീ കൽപ്പിച്ചുകൊള്ളുക എന്ന് അല്ലാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ സത്യവിശ്വാസികളെ, ആദ്യം നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നിങ്ങൾ നോക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരിലേക്കും നിങ്ങൾ നോക്കുക. അങ്ങനെ ആ കുടുംബക്കാരെ, മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും അങ്ങനെ തുടങ്ങുന്ന നമ്മളുടെ കുടുംബം അവരെ നമ്മൾ നന്നാക്കണം. കാരണം നാളെ പരലോകത്ത് നരകത്തിൽ കത്തിയാളുന്നത് അത് അവിടുത്തെ ഇന്ധനമെന്ന് പറയുന്നത് അത് മനുഷ്യരും കല്ലുകളുമാണ്. അവിടെയുള്ള മലക്കുകൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അതിൽ നിന്ന് ഒരു അണുമണി പോലും മാറാതെ കഠിന ഹൃദയന്മാരായ മലക്കുകളാണ് അവിടെ നരകത്തിലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഗൗരവത്തോടുകൂടി നമ്മളുടെ കുടുംബത്തിന്റെ കാര്യം ഉണർത്തുമ്പോൾ പ്രിയമുള്ളവരെ, രണ്ടാമതായി കൊണ്ട് ആ പരലോകത്തിന്റെ ലക്ഷ്യം നമ്മൾ മുന്നിൽ കാണുമ്പോൾ കുടുംബത്തെ കൂടെ
ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. തഅമുറുഹും ബിതാഅത്തില്ലാഹ്, നമ്മുടെ കുടുംബത്തോട് അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുകയും വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും വേണം. അതുപോലെ തന്നെ മഹാനായ അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് നമുക്ക് കാണാം. അമ്മ അൽ ഇഹ്മാൽ, മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ വിഷയത്തിൽ നമുക്ക് കൃത്യമായ തർബിയത്തുകൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, പരലോകത്തിന്റെ വിഷയത്തിൽ, സ്വർഗനരകങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ മക്കളുടെ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അദ്ദേഹം പറയുന്നത് നാളെ പരലോകത്തിൽ കാത്തിരിക്കുന്നത് ഗുരുതരമായ അപകടമാണ് എന്ന് മഹാനായ അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയും എന്നിട്ടോ തിന്മ അവരിൽ നിന്ന് വിരോധിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും നിങ്ങൾ ചെയ്യണം. കാരണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നാളെ കാത്തിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ നമ്മളുടെ കുടുംബത്തെ നരകം തിന്നുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ സ്വർഗം മുന്നിൽ കാണുമ്പോൾ ആ സ്വർഗമാണ് നമ്മളുടെ ലക്ഷ്യമായി മാറുമ്പോൾ നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ ഇതെല്ലാം നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യം കൂടി നമുക്ക് വേണം. സ്വർഗമെന്നുള്ളത് സുഖാനുഭൂതികളുടെ ഒരു ലോകമാണ്. മരണമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പ്രസവമില്ലാത്ത, യാതൊരു തരത്തിലുമുള്ള ദുഃഖമില്ലാത്ത സന്തോഷങ്ങൾ മാത്രം ഒരു മനുഷ്യന് നൽകുന്ന ഒരു ലോകം. പ്രിയമുള്ളവരെ, ആ ലോകത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ മരിക്കണം. ആ മരണത്തിന് മുമ്പായിക്കൊണ്ട് ഏറ്റവും നല്ല അമലുകൾ ചെയ്യാൻ, ഇത്തരത്തിൽ നമ്മളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഖുർആനിൽ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു നഫ്സും ആ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ എത്ര തന്നെ സുഖാനുഭൂതികൾ നമ്മൾ അനുഭവിച്ചാലും അവസാനം നമ്മൾ എത്തിപ്പെടാനുള്ളത് അങ്ങോട്ടാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. ഫിർഔനിന്റെ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉദാഹരണമായി കൊണ്ട് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലേ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പറഞ്ഞതാണ് ആസിയ ബീവിയുടെ ചരിത്രം. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം ആസിയ ബീവി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അത്രമാത്രം സുഖാനുഭൂതികളൊക്കെ ലഭിച്ച്, എന്നാൽ സത്യം അല്ലാഹുവിന്റെ ദീനാണ് എന്ന് മനസ്സിലായപ്പോ, അവസാനം ചെല്ലേണ്ടത് അത് നാളെ പരലോകത്തേക്കാണ് എന്ന് മനസ്സിലായപ്പോ, സ്വർഗ നരകങ്ങളുണ്ട് എന്ന സത്യം അത് ബോധ്യപ്പെട്ടപ്പോ ആസിയ ബീവി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പടച്ചറബ്ബേ, സ്വർഗത്തിൽ എനിക്കൊരു വീട്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആസിയ ബീവി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഈ ദുനിയാവിന്റെ സുഖാനുഭൂതികളും പച്ചപ്പുമല്ല, നാളെ പരലോകമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത അത് നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ രണ്ടാമതായിക്കൊണ്ട് കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഇണകളുടെ വിഷയമാണ്, സ്ത്രീകളുടെ വിഷയമാണ്, ഭാര്യമാരുടെ വിഷയമാണ്. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവള് ഒരു വീട്ടിലെ രാജകുമാരിയ, അല്ലെ, രാജ്ഞിയ. അവളുടെ വീട് അത് കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ രാജാവ് അവളുടെ ഭർത്താവ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതാണ് തന്റെ ഭർത്താവിനെ അടിമയെ പോലെ കാണുകയും അങ്ങനെ ഒരു അടിമയുടെ ഭാര്യയായി മാറുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ളതല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ദീനിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. സ്വർഗം അത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 നേരം നമസ്കരിക്കുകയും വസ്വാമത് ശഹ്റഹ, അങ്ങനെ നോമ്പ് നോൽക്കുകയും വഹഫറത് ഫർജഹ, അവളുടെ ഗുഹ്യവസ്ഥാനങ്ങൾ അത് സംരക്ഷിക്കുകയും എന്നിട്ടോ വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ, അവളുടെ ഇണയെ അവൾ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദഖലത്തുൽ ജന്ന,
അവൾക്ക് സ്വർഗമുണ്ട്, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തുൽ ജന്ന. ഒരു സ്ത്രീ അവൾ മരണപ്പെടുകയും അങ്ങനെ ആ പെണ്ണ്, ആ സ്ത്രീ മരണപ്പെടുന്ന സമയത്ത് അവളുടെ ഭർത്താവ് ആ ഇണയുടെ വിഷയത്തിൽ, ആ ഭാര്യയുടെ വിഷയത്തിൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടിയാണ് ആ ഭാര്യ മരണപ്പെടുന്നതെങ്കിൽ ദഖലത്തുൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരിമാരെ, വീട്ടുജോലികളുടെ വൈയ്യത്തുകൾ അത് മാറേണ്ടതുണ്ട്. വീട്ടുജോലികൾ നമ്മൾ എടുക്കുമ്പോൾ അതൊരു ഭാരമാകേണ്ടതില്ല, അതിന്റെ കൂടെ നമ്മൾ കൂടിക്കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തന്റെ ഭാര്യമാരുടെയും ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ. ഇനി അതല്ല എങ്കിൽ പോലും വീട്ടുജോലികളുടെ നെയ്യത്തുകൾ അത് മാറേണ്ടതുണ്ട്. പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നെയ്യത്തോടുകൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലവും അത് മാറുമെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. മക്കളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഭർത്താവിന്റെ ദീനിന്റെ വിഷയത്തിലൊക്കെ ഭാര്യ വലിയ ഒരു കൈ അവിടെ പിടിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഒരുപക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ദീനീബോധമുള്ള ആളുകളായിരിക്കണമെന്നില്ല. അവിടെ ആ ഭർത്താവിനെ ദീനീ ഭാഗത്തേക്ക് ചേർത്തു പിടിക്കേണ്ട ഒരു ബാധ്യത അത് ഭാര്യക്കുണ്ട് എന്ന് നമുക്ക് കാണാം. സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ആ സ്വഹാബിമാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ ആ സ്വഹാബിയോട്, സ്വഹാബികളായ ഭർത്താക്കന്മാരോട് ആ സ്വഹാബി വനിതകൾ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താണോ സമ്പാദിക്കുന്നത് അത് ഏറ്റവും ഹലാലായത് നിങ്ങൾ സമ്പാദിക്കുകയും ഹറാമായത് സമ്പാദിക്കാതിരിക്കുകയും നിങ്ങൾ ചെയ്യണം. ആ സ്വഹാബികൾ തിരിച്ചത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നോട് അങ്ങനെ പറയുന്നത്? കാരണം ഞാൻ കാണുന്നത് എന്റെ ഇണ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം മകരിവാകുമ്പോൾ തിരിച്ച് താൻ സമ്പാദിച്ച ധനവും അതുകൊണ്ട് വാങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുമായി കടന്നു വരുന്നതാണ് ഞാൻ കാണുന്നതെങ്കിൽ അത് എങ്ങനെ സമ്പാദിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് സ്വഹാബികളായ ഭർത്താക്കന്മാരോട് ആർജവത്തോടുകൂടി ഈമാനികരമായ തത്വം മുന്നോട്ട് വെക്കുന്ന സ്വഹാബി വനിതകളുടെ ചരിത്രം നമുക്ക് മുന്നോട്ട് ചരിത്രത്തിലേക്ക് നോക്കിയാൽ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു വിഷയത്തിൽ ഭാര്യമാർക്ക്, ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട്. മക്കളെ മുന്നോട്ട് നയിക്കുന്ന വിഷയത്തിൽ, ആ മക്കളുടെ ദീനീപരമായ പഠനത്തിന്റെ വിഷയത്തിൽ, മക്കളുടെ ഖുർആനികമായ നേട്ടത്തിന്റെ വിഷയത്തിൽ ഉമ്മമാർക്ക് വലിയ പങ്കാണ്. ചരിത്രത്തിലേക്ക് പിൻകഴിഞ്ഞുപോയ ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മഹാനായ റളിയല്ലാഹുവിന്റെ ചരിത്രം, അദ്ദേഹത്തെ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. മഹാനായ ഇമാം സുന്നത്തിന്റെ ഇമാം എന്നറിയപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഇത്രയും വലിയ പണ്ഡിതനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. രാവിലെ തഹജ്ജുദ് നമസ്കരിപ്പിച്ചുകൊണ്ട് കുളിച്ച് അതിരാവിലെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടിയായിരുന്ന ഇമാം അഹ്മദിനെ പള്ളിയിലേക്ക് ഉമ്മ പറഞ്ഞാക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ ഓരോ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരെ ഉന്നത സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിച്ചത് അവരുടെ ഉമ്മമാരായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവരുടെ ഉപ്പമാരായിരുന്നില്ല എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉമ്മമാർക്ക് ഭർത്താവിന്റെ വിഷയത്തിലാകട്ടെ മക്കളുടെ വിഷയത്തിലാകട്ടെ വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്നെ ആ ഇണകളുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ ആ ഒരു രൂപത്തിൽ പരലോകത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബർക്കത്തുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീടാണ്. വീട്ടിലെ ഓരോ ദീനീപരമായ അന്തരീക്ഷങ്ങൾ അത് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട് എന്നുള്ളത് അത് സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ അത് നിങ്ങൾ ഒരിക്കലും മഖ്ബറകളെ പോലെ, ഖബർസ്ഥാനുകളെ പോലെ നിങ്ങൾ ആക്കരുത്. എന്താണ് അതിന്റെ അർത്ഥം? ആ വീടുകളിൽ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ചലനമില്ലാത്ത ഒരവസ്ഥ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെ നിങ്ങൾ നമസ്കാരങ്ങൾ നിർവഹിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കുന്നത് ഉത്തമമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിർബന്ധമായും നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. വീടുകളിൽ
മാതാപിതാക്കളുടെയും നമ്മളുടെയും ഒക്കെ ഖുർആൻ പാരായണങ്ങൾ അത് മുഴങ്ങണം. പ്രിയമുള്ളവരെ, അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറുവാനും, ആ വീട്ടിലേക്ക് കയറുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊരു സലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്ന് പറയാം, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നമുക്ക് ഭവനങ്ങൾ നൽകിയത് അത് സമാധാനമായിക്കൊണ്ട് അവിടെ പോയി സമാധാനമടയുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുടെ ഭവനങ്ങൾ നൽകിയത്. അവിടെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ഇണയുടെ വിഷയത്തിൽ, നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മളുടെ ഉമ്മയുടെ വിഷയത്തിൽ, ഉത്കൃഷ്ടമായ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധമായ നമ്മളുടെ ഉമ്മയുടെ വിഷയത്തിൽ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഉമ്മ എന്നുള്ളത് നമ്മളുടെ വീട്ടിലെ നമ്മളുടെ സമാധാനമായി മാറണം. നമ്മളുടെ ഉമ്മ നമ്മളൊക്കെ കേട്ട പാട്ടാണ്, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പോറ്റുമ്മയായിടുമോ എന്ന ആ ഒരു പാട്ട് അല്ലെ. 1000 പോറ്റുമ്മ വന്നാലും അത് സ്വന്തം പോറ്റുമ്മയാവില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറക്ക് ഇതെന്തുപറ്റി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ മക്കൾക്ക് കൃത്യമായ തർബിയത്തുകൾ നമുക്ക് നൽകുവാൻ സാധിക്കണം. ലക്ഷ്യബോധമില്ലാത്ത ഒരു പോക്ക്, ആ ഒരു പോക്ക് നമുക്ക് വേണ്ടതില്ല. മറിച്ച് യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് അവർക്ക് തിരിച്ചറിയുന്ന രൂപത്തിലുള്ള പഠനങ്ങളും നിലവാരങ്ങളും അവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരിയുടെ വിഷയത്തിലാകട്ടെ, തിന്മകളുടെ വിഷയത്തിലാകട്ടെ, മദ്യമാകട്ടെ, അങ്ങനെ തുടങ്ങി ലിബറലിസം, സ്വർഗരതി, അതുപോലെ തന്നെ ബെസ്റ്റി, ക്രഷ്, അവിഹിതങ്ങൾ, ഈ വിഷയത്തിലൊക്കെ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃത്യമായ തർബിയത്തുകൾ നൽകാൻ, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു തലമുറ വരുമ്പോ നമ്മളുടെ മക്കൾ അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന കൃത്യമായ ലക്ഷ്യം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തർബിയത്തുകൾ നമുക്ക് നമ്മളുടെ മക്കൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാലാണ് മരിച്ചു കഴിഞ്ഞാൽ, ഖബറിലെത്തിയാൽ നമ്മളുടെ അമലുകളെല്ലാം മുറിഞ്ഞു പോകുമ്പോ 3 അമലുകൾ മാത്രം നമുക്ക് ബാക്കിയാവുമ്പോ അതിൽ ഒരു അമലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹത്തായ ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ഖബറിൽ കിടക്കുന്ന ഒരു ഉപ്പാക്ക് മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന അമലുകളിലൊന്ന് അവന്റെ ആ മനുഷ്യന്റെ സ്വാലിഹായ മകൻ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ സ്വാലിഹത്തായ മകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലമുറയെ വളർത്തെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മക്കളോട് സ്നേഹത്തോടുകൂടി പെരുമാറിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല സംസാരത്തിലൂടെ, ഏറ്റവും നല്ല ഒരു ഉമ്മയായിക്കൊണ്ട്, ഏറ്റവും നല്ല ഒരു ഉപ്പയായിക്കൊണ്ട് ഇപ്പോഴും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, പ്രാർത്ഥന എന്നുള്ളത് വലിയ ആയുധമാണ്. റസൂൽ പഠിപ്പിച്ചത് അല്ലാഹു വിധിച്ച ഒരു വിധിയെ മാറ്റി എഴുതാൻ ഒന്നിന് സാധിക്കുമെങ്കിൽ അത് പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മളുടെ ആയുസ്, നമ്മളുടെ ഉമ്മയുടെ ആയുസ് അല്ലാഹു നമ്മൾ ജനിക്കുന്നതിന് മുമ്പെന്നോ രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നു, പടച്ചറബ്ബേ എന്റെ ഉമ്മയുടെ ആയുസ് നീ നീട്ടി നൽകണമേ. അതിനർത്ഥം എന്താ? അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ എന്താണോ അല്ലാഹു നിശ്ചയിച്ച ആ ഖദർ അത് മായിച്ച അല്ലാഹു നമ്മളുടെ ഉമ്മയുടെ ആയുസ് നീട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിശ്ചയിച്ച ഒരു വിധിയെ അതിനെ മാറ്റി എഴുതാൻ സാധിക്കുന്നത് അത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പണവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ വിട്ടുനിർത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരൊക്കെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അത് നമുക്ക് കാണാം. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലാ മക്കളെ, നിങ്ങളൊന്നും മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ എന്ന് ആ പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് വസിയത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം. അല്ലാഹു അത്തരത്തിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ.
ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ വിഷയത്തിൽ അതിയായ ജാഗ്രത നമ്മൾ പുലർത്തുമ്പോൾ പല കാര്യങ്ങളും പല തിന്മകളും നമ്മളിലേക്ക് നോർമലായിക്കൊണ്ട് കടന്നു വരികയാണ്. അത് മ്യൂസിക് ആകട്ടെ, വെഡിങ് ആനിവേഴ്സറികളാകട്ടെ, പേരിടൽ ചടങ്ങുകളാകട്ടെ, ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ, മേക്കപ്പുകൾ അല്ലെ, അത്തരത്തിലുള്ള അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ, നമ്മളൊക്കെ അറിയുന്ന ആളുകളുടെ വീട്ടിൽ പോലും നടക്കുന്ന വിവാഹ ചടങ്ങുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന, ഒരു ആണും പെണ്ണും തമ്മിൽ നിക്കാഹ് ചെയ്തുകൊണ്ട് ഉറപ്പിക്കുന്ന ആ ഒരു വല്ലാത്ത റഹ്മത്തിന്റെ വേളകളിൽ പോലും എല്ലാ റഹ്മത്തും മുറിച്ചു കളയുന്ന മ്യൂസിക്കുകളും ഹറാമിന്റെ കാര്യങ്ങളുമാണ് പലപ്പോഴും അതറിഞ്ഞ് മുന്നോട്ടു പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന, അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറക്കിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടി നമ്മളെ ഉണർത്തുന്നുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല രൂപത്തിൽ സമയം അത് ചെറുതാണ്, നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പ്രാർത്ഥന അതെപ്പോഴും നമുക്ക് വേണം. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഏറ്റവും നല്ല ഒരു ഇണയെ പടച്ച റബ്ബേ നൽകണമേ. വദുജ്ജിയാതിനാ ഖുർറത അയുൻ, കൺകുളിർമ നൽകുന്ന സന്താനങ്ങളെ നൽകണമേ. ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അങ്ങനെ കൺകുളിർമ തന്നാ മാത്രം പോരാ, ആ സന്താനങ്ങൾ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ആളുകളാക്കി പടച്ച റബ്ബേ എന്റെ സന്താനങ്ങളെ മാറ്റണമേ. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്ന ആളുകളായി മാറ്റണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ പ്രാർത്ഥന, വമിൻ ദുർരിയത്തി, എന്നെ മാത്രല്ല എന്റെ സന്താനങ്ങളെ, റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രിയമുള്ളവരെ നമ്മളിൽ നിന്നുണ്ടാകണം. അങ്ങനെ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന, ഒരുപാട് കടങ്ങളാലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാർ, ഉപ്പുമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഒരു മരണത്തെ മുന്നിൽ കാണുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.